വെൽക്കം ടു CML ആൻഡ് സ്റ്റഫ്. ഇന്നത്തെ ക്ലാസ്സിൽ ബ്ലോക്ക് 1-ൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ടുള്ള പ്രോസ് ആൻഡ് ഫിക്ഷനിലെ മേജർ റൈറ്റേഴ്സ് അവരുടെ കോൺട്രിബ്യൂഷൻസ് ടു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ആദ്യം പറയുന്നത് തോമസ് മോറിനെ കുറിച്ചാണ്. തോമസ് മോർ അദ്ദേഹം ഒരു ഹ്യൂമാനിസ്റ്റാണ്. അതുപോലെ ഫസ്റ്റ് പ്രോസ് റൈറ്റർ, കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് പ്രോസ് റൈറ്റർ. അപ്പോൾ ഹ്യൂമാനിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മനുഷ്യൻ്റെ യുക്തി, അവരുടെ ക്ഷേമം, ശാസ്ത്രീയപരമായ ചിന്താഗതികൾ, അതുപോലെ അവരുടെ സ്വാതന്ത്ര്യം, ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന കാഴ്ചപ്പാടുള്ള വ്യക്തമായ ധാരണയുള്ള ഒരു ആൾ എന്ന രീതിയിൽ അദ്ദേഹം ഫേമസ് ആണ്. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം അറിയപ്പെടുന്ന വ്യക്തിയാണ്. അതുപോലെ അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള പ്രോസ് റൈറ്റർ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ഹിസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് മേജർ വർക്ക് ഉട്ടോപ്പിയ. ഉട്ടോപ്പിയ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വർക്കിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഈ സെക്ഷനകത്ത് എടുത്ത് പറയുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഉട്ടോപ്പിയെക്കുറിച്ചൊരു ബ്രീഫായിട്ടുള്ളൊരു ഓവർവ്യൂ തരാം. ഉട്ടോപ്പിയ എന്ന് പറയുന്ന ആ ഒരു വർക്കിനകത്ത് അദ്ദേഹം ഒരു ഐഡിയൽ സ്റ്റേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒരു ഐഡിയൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള ഒരു ഐഡിയൽ സ്റ്റേറ്റ് എങ്ങനെയാവണം, അതിനകത്ത് ഒരു ഡെമോക്രാറ്റിക് കമ്മ്യൂണിസം ഉണ്ടാവണം, ഇലക്റ്റഡ് ഗവൺമെൻറ് ഉണ്ടാവണം, ഇക്വാലിറ്റി ആൻഡ് ഒരു ഇത്ര വർക്കിംഗ് ഹവേഴ്സ് ഉണ്ടാവണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്താഗതികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് താല്പര്യങ്ങൾ അദ്ദേഹം ആ ഒരു വർക്കിലൂടെ പറയുന്നുണ്ട്. അതായത് അദ്ദേഹം ആ വർക്കിലൂടെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി ആൻഡ് റിലീജിയസ് ടോളറൻസ്, അതായത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, മതസഹിഷ്ണുത, അതിനെല്ലാം വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന, അതുപോലെ തന്നെ അദ്ദേഹം സൊസൈറ്റിയിലെ ഒരുപാട് തെറ്റായ ധാരണകളെ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നടക്കുന്ന അഴിമതികളെ അല്ലെങ്കിൽ ഒരുപാട് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ഒരുപാട് ആശയങ്ങൾ സമൂഹത്തിൽ അദ്ദേഹം കണ്ടതിനെയെല്ലാം അദ്ദേഹം ഇതിലൂടെ വിമർശിക്കുകയും അതേപോലെ തന്നെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ഹാസ്യപരമായി അതിനെ വിശദീകരിക്കുകയും ഈ ഒരു വർക്കിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉട്ടോപ്പിയ കൺസിഡേർഡ് ഫസ്റ്റ് മോണുമെൻ്റ് ഓഫ് മോഡേൺ സോഷ്യലിസം, മോഡേൺ സോഷ്യലിസത്തിൻ്റെ ഒരു ഫസ്റ്റ് മോണുമെൻ്റ് ആയിട്ട് നമ്മൾ ഈ വർക്കിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അദ്ദേഹം പ്ലേറ്റോയെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് വേണ്ടി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി ഒക്കെ വളരെ അടിസ്ഥാനപരമായ ആശയങ്ങൾ നൽകുന്ന ഒന്നുകൂടിയാണ്. തുടക്കത്തിൽ എഴുതിയിട്ടുള്ളത് ഒറിജിനലി അദ്ദേഹം എഴുതിയിട്ടുള്ളത് ലാറ്റിൻ ഭാഷയിലാണ്. പിന്നീടാണ് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. പറയാൻ മാത്രമുള്ള ഒരു അത്ര കാര്യമായൊരു റൈറ്റിംഗ് സ്റ്റൈലൊന്നും ഇല്ല, പക്ഷെ അതിൻ്റെ ആശയങ്ങൾക്കാണ് പ്രാധാന്യം. അതായത് ചില വർക്കുകൾ റൈറ്റിംഗ് സ്റ്റൈൽ കൊണ്ട്, ഓതറിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ കൊണ്ട് വളരെയധികം മുന്നിട്ട് നിൽക്കുമല്ലോ, പക്ഷെ അങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്കാണ് ഈ ഉട്ടോപ്പിയ എന്ന വർക്കിന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഉട്ടോപ്പിയ എന്ന് പറയുന്ന വർക്ക് 2 പാർട്സ് ആയിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് ബുക്ക് 1, ദെൻ ബുക്ക് 2. ഇപ്പോൾ ആദ്യത്തെ ബുക്കിനകത്ത് പറയുന്നത് യൂറോപ്പിലെ സോഷ്യൽ ഇഷ്യൂസ്, അതായത് പോവേർട്ടി, അതുപോലെ ക്രൈംസുകൾ, അതുപോലെ ഒരുപാട് കറപ്ഷൻസും അങ്ങനെയുള്ള അഴിമതികളും കാര്യങ്ങളുമൊക്കെ ഒരു സമൂഹത്തിൽ എന്തെല്ലാം നടക്കുന്നുണ്ടോ അതിനെയെല്ലാം അദ്ദേഹം ആ സോഷ്യൽ ഇഷ്യൂസിനെ അദ്ദേഹം അതിനകത്ത് വരച്ച് കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ പുസ്തകത്തിനകത്ത് അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഐലൻഡ്, അതായത് ഉട്ടോപ്പിയ എന്ന് പറയുന്ന ഒരു ഐലൻഡ്, അതവിടെ എങ്ങനെയായിരിക്കണം, എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ അദ്ദേഹം വളരെ വ്യക്തമായി നല്ല ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തോമസ് മോറിൻ്റെ ഉട്ടോപ്പിയ ഇസ് എ ലാൻഡ്മാർക്ക് വർക്ക് ഓഫ് റിനൈസൻസ് ഹ്യൂമാനിസം, ദെൻ ഔട്ട്ലൈനിങ് ആൻ ഐഡിയൽ സൊസൈറ്റി വിത്ത് ഡെമോക്രാറ്റിക് കമ്മ്യൂണിസം, ഇക്വാലിറ്റി ആൻഡ് റിലീജിയസ് ടോളറൻസ്. അതുപോലെ സറ്റാറൈസിങ് ദി കറപ്ഷൻ ഓഫ് ഹിസ് ടൈം ആൻഡ് ഹിസ് ഐഡിയാസ് ഓൺ ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി റിമൈൻ ഫൗണ്ടേഷണൽ. ഇവർക്ക് പിന്നീട് വന്നിട്ടുള്ള ഒരുപാട് തത്വചിന്തകരെയും അതുപോലെ തന്നെ ഒരുപാട് റൈറ്റേഴ്സിനെയൊക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നീടുള്ള റൈറ്റേഴ്സിനെയൊക്കെ ഈ ഒരു വർക്ക് ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പാർട്ടാണ് ബൈബിൾ ട്രാൻസ്ലേഷൻസ് എന്ന് പറയുന്നത്. ബൈബിൾ ട്രാൻസ്ലേഷൻ നമ്മൾ മുന്നേ റിഫോർമേഷനൊക്കെ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ റിനൈസൻസ് റിഫോർമേഷൻ ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ചെറുതായിട്ടൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സമയത്ത് സാധാരണക്കാരായ ജനങ്ങൾക്ക് എല്ലാവർക്കും വായിക്കാനുള്ളൊരു സംവിധാനം, ബൈബിൾ വായിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചേർച്ചിനകത്തൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്, കേൾക്കാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷെ അത് വായിക്കാനും വായിച്ച് മനസ്സിലാക്കാനും ആശയങ്ങളെ ഉൾക്കൊള്ളാനും ഒന്നുമുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും എല്ലാവരിലേക്കും എത്താനുള്ള സംവിധാനങ്ങൾ വരികയും ചെയ്തു. അങ്ങനെയാണ് എല്ലാ ഭാഗങ്ങളിലേക്കും അതെത്തുന്നത്.
സോ ഇതിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയിട്ടില്ല, അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത എഫേർട്ട് എടുത്ത ആളുകൾ, അതുപോലെ തന്നെ അവരുടെ ആശയങ്ങൾ, അല്ലെങ്കിൽ ഓരോ സമയത്തും ഓരോ ഇയേഴ്സിലായിട്ട് പിന്നീട് വന്നിട്ടുള്ള വ്യത്യസ്തമായ ആളുകൾ ആരൊക്കെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്, എന്തൊക്കെയാണ് അതിൻ്റെ ഓരോന്നിൻ്റെയും സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് ബൈബിൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പാർട്ടിൽ മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് നമ്മൾ ആദ്യം പറയുന്നത് ജോൺ വിക്ലിഫിനെ കുറിച്ചാണ്. ഹി ട്രാൻസ്ലേറ്റഡ് ദ ബൈബിൾ ഇൻ ടു ഇംഗ്ലീഷ്. സോ ജോൺ വിക്ലിഫ്, ഹി വാസ് എ പയനിയർ ഓഫ് ഇംഗ്ലീഷ് റിഫോർമേഷൻ ആൻഡ് നോൺ ആസ് ഫസ്റ്റ് പ്രൊട്ടസ്റ്റൻറ്റ് ആൻഡ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് പ്രോസ്. സോ ഇതിനകത്ത് ആദ്യം പറഞ്ഞ പോയിൻ്റ് ഫസ്റ്റ് പ്രൊട്ടസ്റ്റൻറ്റ്, വിക്ലിഫ് ഫസ്റ്റ് പ്രൊട്ടസ്റ്റൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. സോ പ്രൊട്ടസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ മുന്നേ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 16th സെഞ്ച്വറിയിലെ റോമൻ കാത്തോലിക് സഭയിനകത്ത് ഒരുപാട് വിശ്വാസങ്ങളും അവരുടെ ചില രീതികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അന്നത്തെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന പ്രവണത അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെതിരെ മാർട്ടിൻ ലൂതർ, ജോൺ കാൽവിൻ അവർ നടത്തിയിട്ടുള്ള റിഫോർമേഷൻ മൂവ്മെൻറ്റ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ക്രിസ്ത്യൻ വിഭാഗത്തെയാണ് നമ്മൾ പ്രൊട്ടസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഇവർ ചെയ്തത് റോമൻ കാത്തോലിക് സഭയിൽ നിന്ന് വേർതിരിഞ്ഞ് പോപ്പിൻ്റെ പരിഷ്കാരങ്ങളെ അംഗീകരിക്കാതെ ബൈബിളിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ബൈബിളിനാണ് ഇപ്പോഴും കൂടുതൽ പ്രാധാന്യം എന്നുള്ള രീതിയിലാണ് ഇവരുടെ കാര്യങ്ങൾ ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ അദ്ദേഹം ഫസ്റ്റ് പ്രൊട്ടസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ഫാദർ ഓഫ് ഇംഗ്ലീഷ് പ്രോസ്. അദ്ദേഹം ഹി ട്രാൻസ്ലേറ്റഡ് ബൈബിൾ ഇൻ ടു ഇംഗ്ലീഷ്. ഇപ്പോൾ ബൈബിൾ ട്രാൻസ്ലേഷൻ നടന്നതിന് ശേഷം ലാംഗ്വേജിലാണെങ്കിലും മറ്റ് പല രീതിയിലും പ്രോസ് സ്ട്രക്ചറിലൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഫാദർ ഓഫ് ഇംഗ്ലീഷ് പ്രോസ് എന്ന് പറയുന്നത്. സോ ഇദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേഷൻ, ബൈബിൾ ട്രാൻസ്ലേഷനെ കുറിച്ച് പറയുമ്പോൾ ഹി ട്രാൻസ്ലേറ്റഡ് ബൈബിൾ ഇൻ ടു ഇംഗ്ലീഷ് ഫ്രം ലാറ്റിൻ വൾഗേറ്റ്. സോ ലാറ്റിൻ വൾഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 4th സെഞ്ച്വറിയുടെ ഒരു അവസാനത്തിൽ സെൻറ്റ് ജെറോം എന്ന് പറയുന്ന അദ്ദേഹം ലാറ്റിൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ബൈബിളിൻ്റെ ഒരു ഒഫീഷ്യൽ പതിപ്പ് അല്ലെങ്കിൽ ഒഫീഷ്യൽ വേർഷനെയാണ് നമ്മൾ ലാറ്റിൻ വൾഗേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ വൾഗേറ്റ് പറഞ്ഞാൽ സാധാരണ അല്ലെങ്കിൽ പൊതുവായ ഒരു കോമൺ വേർഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വളരെ ലളിതമായ ലാറ്റിൻ ലാംഗ്വേജിലാണ് ഈ ഒരു ട്രാൻസ്ലേഷൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലാറ്റിൻ വൾഗേറ്റിൽ നിന്നും ആണ് വിക്ലിഫ് ഇംഗ്ലീഷിലേക്ക് ബൈബിളിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെയും മെയിൻ എയിം എന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഇത് എത്തണമെന്ന് തന്നെയായിരുന്നു. പാംഫ്ലെറ്റ്സ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ആൻഡ് ബ്രീഫ് ബുക്ക്ലെറ്റ്സുകളാണ്. ഒരു ലിമിറ്റഡ് പേജസ് അതിനകത്ത് ഉണ്ടാവുള്ളൂ. പക്ഷേ അത് ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും അതിനകത്ത് അവരുടെ ആശയങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും അത് യൂസ് ചെയ്യുന്നത്. ഇവിടെയും ഇതിനകത്തും പ്രോസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോസിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ പ്രോസ് സ്റ്റൈലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആൻഡ് ഫോഴ്സ്ഫുൾ ആയിട്ടാണ് അദ്ദേഹം അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിനാണ് നമ്മൾ ലോലാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ രീതികൾ എന്ന് പറയുന്നത് മിക്കപ്പോഴും ചർച്ചിനകത്ത് നടക്കുന്ന തെറ്റായ നയങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രോസ് സ്ട്രക്ചർ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ വളരെ സിമ്പിളാണ്, ഫോഴ്സ്ഫുൾ ആണെന്ന് പറഞ്ഞല്ലോ. അതേപോലെ തന്നെ പ്രോസിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വളരെ ലോജിക്കായ കാര്യങ്ങളാണ് പറയുക, വളരെ വ്യക്തതയോട് കൂടി അവതരിപ്പിക്കണം എന്നൊരു നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കൂടുതൽ ഇപ്പോൾ ഇദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത് കൂടുതലായിട്ടും ക്ലാരിറ്റിക്കാണ്, അല്ലാതെ ആർട്ടിസ്റ്റിക് അല്ല. അതായത് ഒരു കാവ്യാത്മകമായ ഭംഗിയിൽ എഴുതുക അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിക് വാല്യൂ കിട്ടുക അങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. മെയിനായിട്ടും അദ്ദേഹം അതിന് ഒരു വ്യക്തമായ ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന പ്രോസിൻ്റെ രീതികൾ തന്നെ വളരെ സിമ്പിളാണ്, പക്ഷേ പവർഫുള്ളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രോസിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബൈബിൾ ട്രാൻസ്ലേഷൻ അതിനകത്ത് എടുത്തു പറയാൻ കാരണം ഈ എല്ലാ ഗുണങ്ങളും അതിനകത്തുണ്ട്. അദ്ദേഹം ബൈബിളിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രോസ് സ്ട്രക്ചറും അദ്ദേഹത്തിൻ്റെ സ്റ്റൈലും എല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ട്രാൻസ്ലേഷനിലൂടെ. അതുകൊണ്ട് തന്നെ പിന്നീട് വന്നിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൽ ഒരുപാട് സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിൻ്റെ ഈ രീതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ദെൻ ജോൺ വിക്ലിഫിൻ്റെ ബൈബിൾ ട്രാൻസ്ലേഷന് ശേഷം പിന്നീട് വന്നിട്ടുള്ളതാണ് ടിൻഡേൽസ് വേർഷൻ. ടിൻഡേൽ ഇംഗ്ലീഷിലേക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഫ്രം ഒറിജിനൽ ഗ്രീക്ക് ആൻഡ് ഹെബ്രിയു. അതും ഇതുപോലെ പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. സോ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ട്രാൻസ്ലേഷൻ പിന്നീട് ഒരു ഓതറൈസ്ഡ് വേർഷനെയും അതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ടുണ്ടായിരുന്നു. അതും ഇംഗ്ലീഷിനെ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ആ സ്റ്റൈലിനെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ടും ഇദ്ദേഹവും ഈ കാത്തോലിക് ചേർച്ചിനകത്തുള്ള ചില നടപടികളെ ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ളതും സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ബൈബിളിനെ എത്തുക എന്നുള്ളതൊക്കെ തന്നെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മെയിൻ എയിം ആയിട്ട് നമ്മൾ പറയുന്നത്. ദെൻ അദ്ദേഹത്തിൻ്റെ ഒരു
ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ പ്രോസിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, ക്ലിയർ ആൻഡ് ഡയറക്റ്റ്. വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല ഡയറക്റ്റാണ്, ഇന്നർ മീനിങ്ങിലൂടെ എന്നല്ല ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണെങ്കിലും ഒരു കാവ്യാത്മകമായ ഒരു ശൈലി, ഒരു ഡിഗ്നിറ്റി ഒക്കെ അദ്ദേഹം കീപ്പ് ചെയ്യുന്നുണ്ട്. സോ കൂടുതലായിട്ടും ഈ ഓർണമെൻറ്റേഷൻ അത് അലങ്കാരികമായിട്ട് കൊണ്ടുവരിക എന്നുള്ളതിനേക്കാൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അത് ആക്സസിബിലിറ്റി തന്നെയാണ്, എല്ലാവരിലേക്കും എത്തുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പ്രൊട്ടസ്റ്റൻ്റ് ഐഡിയൽസിനെ അവിടെ ഫിക്സ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അതിനകത്ത് ഇവരുടെ ആശയങ്ങൾ എന്തൊക്കെയാണോ അത് ജനങ്ങൾക്ക് ആവശ്യമാകുന്ന രീതിയിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ട്രാൻസ്ലേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് ജനങ്ങൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് തന്നെയാണ് ഇവരുടെ മെയിൻ എയിമായിട്ട് പറയുന്നത്. ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ എല്ലാവരുടെയും മെയിൻ എയിം അത് തന്നെയാണ്. സോ ഇങ്ങനെയാണെങ്കിലും ഭക്തിയും അതുപോലെ തന്നെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാനും കഴിഞ്ഞു എന്നതിലുപരി ഇംഗ്ലീഷ് ബൈബിളിന് ഒരു ശൈലിയും ഒരു ടോണൊക്കെ വരുത്താൻ കാരണമാവുകയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ട്രാൻസ്ലേഷൻസൊക്കെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നൊരു ട്രാൻസ്ലേഷനാണ് കവേർഡേഴ്സ് ട്രാൻസ്ലേഷൻ ഓഫ് ബൈബിൾ. അപ്പോൾ ഇതിനകത്ത് വന്നിട്ടുള്ള മെയിനായിട്ടുള്ളൊരു രീതി അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലവിങ് കൈൻഡ്നെസ് അതുപോലെ ടെൻഡർ മേഴ്സി പോലെയുള്ള ലിറിക്കൽ ഫേസസ് ഇതിനകത്ത് കൊണ്ടുവന്നു എന്നുള്ളത് ഒരു സ്പെഷ്യാലിറ്റിയാണ് കവേർഡേഴ്സ് ബൈബിളിൻ്റെ. കാരണം ഇത് ചിട്ടപ്പെടുത്തിയെടുത്തിരിക്കുന്നത് ഒരു പോയറ്റിക് ടോണിലാണ്. അപ്പോൾ ഒരു സാഹിത്യവുമായി നമുക്ക് കണക്റ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ചില ഇതിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഒരു പോയറ്റിക് ടോണിലാണ് ഈ ഒരു ട്രാൻസ്ലേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ അതായത് ആത്മീയതയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്, അതേപോലെ തന്നെ ഒരു ലിംഗ്വിസ്റ്റിക് ബ്യൂട്ടി അതിനകത്തുണ്ട്. അതായത് വായിക്കുന്ന സമയത്ത് നമുക്ക് അക്ഷരങ്ങൾ കൊണ്ടും അതിൻ്റെ ഫ്രേസസ് കൊണ്ടും അതിനകത്ത് എഴുതിയിട്ടുള്ള രീതികൾ കൊണ്ടൊക്കെയുള്ള ആ ഭാഷയുടെ ഭംഗി അതിനകത്ത് നമുക്ക് വേറെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആത്മീയതയ്ക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ആത്മീയതയും ഭാഷാ സൗന്ദര്യവും ഒത്തിണങ്ങിക്കൊണ്ട് എഴുതിയിട്ടുള്ള ഒരു ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കവേർഡേഴ്സിൻ്റെ ബൈബിൾ ട്രാൻസ്ലേഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ലവിങ് കൈൻഡ്നെസ്, ടെൻഡർ മേഴ്സി പോലെയുള്ള ലിറിക്കൽ ഫേസസ് വന്നിട്ടുള്ളത് ഇതിലൂടെയാണ്. ലാസ്റ്റ് നമ്മൾ പറയുന്നത് ദ ഓതറൈസ്ഡ് വേർഷനാണ്, ദ ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ബൈബിൾ. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു കൊളാബറേറ്റീവ് എഫേർട്ടാണ്. അതായത് 47 സ്കോളേഴ്സിൻ്റെ ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു എഫേർട്ടാണ് ഈ ഓതറൈസ്ഡ് വേർഷൻ എന്ന് പറയുന്നത്. ഇതിനെ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബിഷപ്പ് ആൻഡ്രൂസ് ആയിരുന്നു. സോ ഈ ഒരു ഗ്രൂപ്പ് ട്രാൻസ്ലേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തുടക്കത്തിൽ ട്രാൻസ്ലേറ്റേഴ്സിനെ ഓരോ സെക്ഷനാക്കി ഡിവൈഡ് ചെയ്യുകയും അതിനുശേഷം ഓരോ പാർട്ടുകൾ ഓരോരുത്തർക്കായി കൊടുക്കുകയും അതിനുശേഷം ഫൈനൽ റിവിഷൻസ് കളക്റ്റീവായി നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടായിരുന്നു ഈ ഒരു ട്രാൻസ്ലേഷൻ നടന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫൈനൽ വേർഷനിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും ഇത് കളക്റ്റീവ് എഫേർട്ടാണ്. എല്ലാ ട്രാൻസ്ലേറ്റേഴ്സിൻ്റെയും കളക്റ്റീവ് എഫേർട്ടിൻ്റെ റിസൾട്ട് തന്നെയാണ് ഈ ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ബൈബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ലേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം അത് എന്തെല്ലാം മാറ്റങ്ങളാണ് സൊസൈറ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ആ കാലത്ത്. അതായത് ഒരുപാട് ചർച്ചിനകത്ത് ഒരുപാട് വായിക്കുന്ന ഒരു രീതി വന്നു. അതുപോലെ ജനങ്ങളിലേക്ക് തന്നെ ഒരുപാട് ആളുകളിലേക്ക് അത് എത്തി. മാത്രമല്ല ഇംഗ്ലീഷ് ലാംഗ്വേജിലും അതുപോലെ തന്നെ ലിറ്ററേച്ചറിനകത്തുമൊക്കെ ഇപ്പോൾ സ്പോക്കൺ ആണെങ്കിലും അതുപോലെ ലിറ്ററേച്ചർ ആണെങ്കിലും ഏത് രീതി എടുക്കുകയാണെങ്കിലും അതിനൊക്കെ വളരെ വലിയൊരു സ്വാധീനം ചെലുത്താൻ ഈ ഒരു ട്രാൻസ്ലേഷൻ കഴിഞ്ഞിട്ടുണ്ട്. Then the chief characteristics of the authorized version of Bible. First point, sonorous passages means വളരെ ബ്യൂട്ടിഫുൾ ആയ പോയറ്റിക് ലാംഗ്വേജാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ആർക്കിക് ഫ്ലേവർ, പുരാതനമായ ശൈലിയിലാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. മാത്രമല്ല ഒരു ട്രൂലി റിലീജിയസ് പോസ്റ്ററിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ യാഥാർത്ഥ്യമായ മതപരമായ ഒരു ശൈലി അത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റുള്ള പല ട്രാൻസ്ലേഷൻ ബിബ്ലിക്കൽ പ്രോസിൽ നിന്നും ഒരു വ്യത്യാസം, വളരെ വലിയൊരു വ്യത്യാസം ഇതിനകത്ത് ഉണ്ട്. അതുപോലെ ഫ്രേസസ് ആണെങ്കിലും വാക്കുകളാണെങ്കിലും ശൈലികൾ, ഇഡിയംസ് എല്ലാം ആണെങ്കിലും അതുപോലെ അർത്ഥവത്തായ വാക്കുകൾ വളരെ നല്ല രീതിയിൽ വളരെ ലോജിക്കലായിട്ട് വളരെ അർത്ഥവത്തായ വാക്കുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സാധാരണക്കാരുടെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എവരുടെ സ്പീച്ച് ആൻഡ് റൈറ്റിങ്ങിലും യൂസ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സിറ്റി, അങ്ങനെ കോംപ്ലക്സ് ആയിട്ട് വാക്കുകൾ ഉപയോഗിക്കുക സാധാരണക്കാരെ ജനങ്ങൾക്ക് മനസ്സിലാവാത്ത രീതികളോ ശൈലികളോ ഒന്നും തന്നെ അതിനകത്ത് ഉണ്ടായിരുന്നില്ല. വളരെ നീണ്ട ഒരു ഘടനയില്ലാത്ത സ്ട്രക്ചർ ഇല്ലാത്ത ഒരു ഫോം ഇല്ലാത്ത സെൻറ്റൻസ് ഒന്നും അതിനകത്ത് നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ ഔപചാരികമായ വാക്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അതിനകത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല.
ഒരു ആർട്ടിഫിഷ്യാലിറ്റി അല്ലെങ്കിൽ ആ രീതിയിലൊന്നും അവർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു, അതുപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതുപോലെ നേച്ചർ ബേസ്ഡ് സിമിലീസ് ആൻഡ് മെറ്റഫേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ റീഡേഴ്സിനെയും ഇത് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പോൾ ഒരു ലിമിറ്റഡ് എഡ്യൂക്കേഷനുള്ള ആളുകൾ പോലും, അത്രയധികം വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾക്ക് പോലും വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ അവരെ വളരെയധികം സ്വാധീനിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഈ ഓതറൈസ്ഡ് വേർഷൻ ഉണ്ടായിരുന്നത്. സോ ആഫ്റ്റർ ദി ഓതറൈസ്ഡ് വേർഷൻ എന്ത് മാറ്റമാണ് സമൂഹത്തിലുണ്ടായിട്ടുള്ളത്? ഒരുപാട് ഇംഗ്ലീഷ് റൈറ്റേഴ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഭാഷാപരമായ ഒരുപാട് പ്രാധാന്യം അതിനകത്തുണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ബൈബിളിനകത്ത് ഉപയോഗിക്കുന്ന ചില തീംസുകൾ, ചില ശൈലികൾ, അതെല്ലാം പിന്നീട് വന്ന എഴുത്തുകാർ അവരുടെ ബുക്സുകളിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരെ സ്വാധീനിച്ചത് കൊണ്ടാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അവരെഴുതുന്ന ഫേമസ് ആയിട്ടുള്ള വർക്കിനകത്തൊക്കെ ഈ ഓതറൈസ്ഡ് വേർഷൻ്റെ ചില രീതികളും ചില തീംസുകളൊക്കെ അവർ കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് നല്ല രീതിയിൽ തന്നെ ഒരു ഇൻസ്പിറേഷനായി മാറിയിട്ടുണ്ടായിരുന്നു. അത് ഇംഗ്ലീഷ് പ്രോസിനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിലും വളരെ നല്ല പങ്കുണ്ട് ഇതിനകത്ത്. കോൺട്രിബ്യൂട്ടഡ് ടു മിസ്റ്റിസിസം ആൻഡ് റീസൺ എക്സ്പ്രഷൻ. മീൻസ് ഇപ്പോൾ മിസ്റ്റിസിസം മീൻസ് നമ്മളെപ്പോഴും ഒരു വിശ്വാസം ഉണ്ടല്ലോ, ഇതിന് ശേഷം ഇവിടെയുള്ള ജീവിതമല്ല, ഇതിനപ്പുറത്തേക്ക് വേറൊരു ജീവിതമുണ്ട് എന്നുള്ളൊരു കണക്ഷൻ ഉണ്ടല്ലോ. അങ്ങനെയുള്ള ചില വിശ്വാസങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ മാത്രം ചില പോയിൻറ്റ്സുകളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നിന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പ്രോസ് സ്റ്റൈലിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ മാത്രമുള്ള ഭാഷാപരമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഘടനാപരമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളും ഈ ഒരു ട്രാൻസ്ലേഷന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഇംഗ്ലീഷ് പ്രോസ് സ്റ്റൈലിന് വളരെ നല്ല പങ്കാണ് ഈ ട്രാൻസ്ലേഷൻ ഓഫ് ബൈബിള് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.